നമസ്കാരം. മെസ്സി വരും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ ആകെ പറ്റിച്ചു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ. എന്തായാലും മെസ്സി വരില്ല എന്ന കാര്യം കൃത്യമായി ഉറപ്പായിട്ടുണ്ട്. ഞാനതല്ല പറയാൻ വരുന്നത്. ഈ മെസ്സി വരും എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിൽ ചില തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ, ഇതിന് പിന്നിൽ എന്തായിരുന്നു യാഥാർത്ഥ്യം തുടങ്ങിയ ചില കാര്യങ്ങളിലേക്കുള്ള പ്രധാനപ്പെട്ട ചില ലീഡുകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തായാലും അതിനു മുമ്പ് മെസ്സിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഈ പാവപ്പെട്ട പ്രവാസികളൊക്കെ മെസ്സിയെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ മെസ്സിയുടെ കളികൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്താൻ വേണ്ടി ലീവിനൊക്കെ അപേക്ഷിച്ചു, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു നിന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ നിർഭാഗ്യവശാൽ മെസ്സി വരുന്നില്ല. നവംബർ മാസം മെസ്സിയും സംഘവും ഇവിടെ എത്തുന്നില്ല എന്നും അവർ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലായിരിക്കും എന്നുള്ളതുമായിരുന്നു ഈ പറയുന്ന AFAയുടെ വെബ്സൈറ്റിൽ, അതായത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. പക്ഷെ നമ്മൾ അത് ചോദിക്കുമ്പോഴൊക്കെ ഇത് സ്പോൺസറും അതുപോലെ തന്നെ സ്പോൺസറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റിപ്പോർട്ടർ ടിവിയും ഒക്കെ പറഞ്ഞത് മെസ്സി വരും കേട്ടോ, മെസ്സി എന്തായാലും വരും, നിങ്ങൾ ഈ പറയുന്ന ദുഷ്പ്രചരണങ്ങളിലൊന്നും വീഴേണ്ടതില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചത് മെസ്സി വരികയാണെങ്കിൽ വരട്ടെ, ഏറ്റവും നല്ല കാര്യമാണല്ലോ മെസ്സി വരുന്നത്, അതിനെതിരായി കൊണ്ട് വലിയ തരത്തിലുള്ള വാർത്തകൾ ചെയ്യേണ്ടതില്ല, എന്തായാലും കാത്തിരുന്ന് കാണാം എന്ന നിലയിലായിരുന്നു നമ്മളൊക്കെ നിന്നത്. പക്ഷേ ആ തരത്തിൽ, അതായത് അർജന്റീന പോലും ആ കാര്യത്തിൽ കൃത്യമായി പ്രതികരിച്ച സമയത്ത് പോലും മെസ്സി വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നു മെസ്സി വരുന്നില്ല, നവംബർ മാസം മെസ്സി വരുന്നില്ല, അടുത്ത വിൻഡോയിലേക്ക് മത്സരം മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത വിൻഡോ എന്ന് പറയുന്നത് അടുത്ത വർഷം മാർച്ച് മാസത്തിലാണ്. പക്ഷെ ആ സമയത്തും കളി നടക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇതിൽ നിലനിൽക്കുന്നത്. ഈ ഫിഫയുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേഡിയങ്ങളിലെല്ലാം തന്നെ നമ്മളിപ്പോൾ ഒരു വലിയ അന്താരാഷ്ട്ര മാച്ചൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ലോകകപ്പ് പോലുള്ള വലിയ മത്സരങ്ങൾ വരുന്ന സമയത്ത് ഫിഫ ഒരു സ്റ്റേഡിയത്തിന്റെ ചില കാര്യങ്ങൾ, അതായത് ഫിഫ അംഗീകരിച്ചിട്ടുള്ള കൃത്യമായ ആ ക്വാളിറ്റിയുള്ള സ്റ്റേഡിയങ്ങളായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. ഇന്ത്യയിൽ തന്നെ അത്തരത്തിൽ ഫിഫ അംഗീകരിച്ച സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരു സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഫിഫയുടെ പല ഗ്രേഡുകളിൽപ്പെട്ട സ്റ്റേഡിയങ്ങൾ വേറെയുണ്ട്. അവിടെയൊക്കെ പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കളികൾ കളിക്കാനും പറ്റും. പക്ഷേ ഇത്തരത്തിലുള്ള നിർണായകമായ കളി കളിക്കാൻ പറ്റുന്ന സ്റ്റേഡിയം കേരളത്തിലൊന്നുമില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് പറയുന്നത് വളരെ മികച്ച സ്റ്റേഡിയമാണ്. പക്ഷേ അത് ഫിഫയുടെ അംഗീകാരം നേടിയ സ്റ്റേഡിയം അല്ല. ഇപ്പോൾ അത് വലിയ രീതിയിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നുണ്ട്. എങ്കിൽ അത് കഴിഞ്ഞാൽ പോലും ഇവിടെ അതിന് തക്കതായിട്ടുള്ള അല്ലെങ്കിൽ ഫിഫയുടെ ടെക്നിക്കൽ ക്വാളിറ്റി പൂർത്തീകരിച്ചുകൊണ്ട് ആ കടമ്പകൾ കടന്ന് നമുക്ക് അതിന് അംഗീകാരം കിട്ടുമോ എന്നുള്ളത് വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അതിൽ ചില ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഫിഫയുടെ ഒരു ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഫിഫ അംഗീകരിക്കപ്പെട്ട ക്വാളിറ്റിയിലുള്ള ഒരു ഗ്രൗണ്ട് ആദ്യം നിർമ്മിച്ചതിന് ശേഷം, സ്റ്റേഡിയം ആദ്യം നിർമ്മിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അർജന്റീനയെ പോലുള്ള ഒരു വലിയ ഈ ഗ്രൂപ്പിനെ, വലിയ സ്പോർട്സ് താരങ്ങളെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പൊ അർജന്റീനയുമായി ബന്ധപ്പെട്ട് ഈ സ്പോൺസർഷിപ്പിലുള്ള ആളുകളും മറ്റ് ആളുകളും ഒക്കെ പോയിട്ട്, അല്ല സർക്കാരും ഒക്കെ പോയിട്ട് ക്ഷണിക്കുമ്പോൾ അതിന്റെ കൃത്യമായ പ്രൊസീജിയർ വഴിയല്ല എന്നുള്ളതാണ്. അത് ആ പ്രൊസീജിയർ എന്ന് ഞാൻ പറയുന്നത് ഈ ഗ്രൗണ്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ട് വേണമല്ലോ നമ്മൾ ക്ഷണിക്കാൻ. ഇപ്പോ നമ്മളൊരു വീട് ഹൗസ് വാമിങ്ങിന് ഒരാളെ ക്ഷണിക്കുമ്പോൾ വീട് അവിടെ ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. നിങ്ങൾ ഹൗസ് വാമിങ്ങിന് വരണം, പക്ഷെ വീടില്ല എന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിഫ കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫിഫയുടെ ടെക്നിക്കൽ ടീമിലൊക്കെ പ്രവർത്തിക്കുന്ന ചില ആളുകൾ പറഞ്ഞത് സംശയമാണ്, മാർച്ച് മാസത്തിലും ഇത് വരുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ് എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതെന്തായാലും നമുക്ക് കാത്തിരിക്കാം. പക്ഷെ ഇതിന് പിന്നിലുള്ള ചില കാര്യങ്ങൾ എന്തായിരുന്നു, ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? ഈ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് കല്ലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം നവീകരിക്കാനുള്ള പ്രവൃത്തി ഈ പറയുന്നത് പോലെ റിപ്പോർട്ടർ ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനും സംഘത്തിനും കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഒരു പൊതു സ്റ്റേഡിയം, പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ജനങ്ങളുടെ സ്വത്തായിട്ടുള്ള സ്റ്റേഡിയം ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതിൽ GCDA പറയുന്ന ഒരു കാര്യമുണ്ട്. GCDAയുടെ കീഴിലാണ് ഈ സ്റ്റേഡിയം ഉള്ളത്. GCDA പറയുന്നത് സർക്കാർ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു, അതായത് സർക്കാർ പറയുന്നു നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരത് ചെയ്തു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കതിൽ മറ്റു പങ്കൊന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ PV ശ്രീനിജൻ MLA ഒക്കെ GCDAയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം പോലും ഈ കാര്യത്തിൽ പറഞ്ഞത് ഞങ്ങളോട് സർക്കാർ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം 80 കോടി രൂപ മുടക്കിയിട്ട് ഈ പറയുന്ന സ്റ്റേഡിയം ഇത്രയ്ക്ക് നിർമ്മാണ പ്രവൃത്തിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണ്ടേ? എങ്ങനെയാണ് ഒരു സ്വകാര്യ വ്യക്തിക്ക് അത് നവീകരിക്കാനുള്ള ഇത് കിട്ടുക? സർക്കാരിന്റെ ഒരു പ്രോപ്പർട്ടി നവീകരിക്കണമെങ്കിൽ അതിനെന്തുണ്ട്, കൃത്യമായ കാര്യങ്ങളുണ്ട്. അതായത് ഈ കൊട്ടേഷൻ കൊടുക്കേണ്ടതുണ്ട്, അതിന്റെ പിന്നെ മറ്റു കാര്യങ്ങൾ പേപ്പറിൽ പത്രങ്ങളിൽ പരസ്യം ചെയ്യേണ്ടതുണ്ട്, സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ട് അതിന്റെ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഇവർ ഈ കാര്യത്തിൽ മുന്നോട്ട് പോയത് എന്നുള്ളതാണ് സംശയം.
അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാരും ഒപ്പം സ്പോർട്സ് മന്ത്രിയും സ്പോർട്സ് വകുപ്പും ഉൾപ്പെടെയുള്ള ആളുകൾ ആന്റോ അഗസ്റ്റിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇതിന്റെ പിന്നിൽ എന്താണുള്ളത്? ഇതിന്റെ പിന്നിൽ അഴിമതിയുണ്ടോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഇതിൽ ഞെട്ടിക്കുന്ന വിവരം എന്ന് പറയുന്നത് 80 കോടി രൂപ മുടക്കി ഈ സ്റ്റേഡിയം പുതുക്കി പണിയുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ കരുതുക? നമ്മൾ കരുതുന്നത് സ്റ്റേഡിയം എങ്കിലും നന്നായി വരട്ടെ എന്നുള്ളതാണല്ലോ നമ്മൾ കരുതുക. പക്ഷേ അങ്ങനെ സ്റ്റേഡിയം പുതുക്കി പണിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ ഒരു കരാർ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ കരാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് പുറത്തുവിടണം സർക്കാർ ഉടനെ തന്നെ. കാരണം ജനങ്ങളുടെ സ്വത്തായതുകൊണ്ട് ജനങ്ങൾക്ക് അറിയാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. ആ കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ 80 കോടി രൂപ മുടക്കി ഇത് പൂർത്തീകരിച്ചതിന് ശേഷം ഈ കളി, അതായത് മെസ്സി വരുന്ന കളി കഴിഞ്ഞതിന് ശേഷവും ഇതിന്റെ നടത്തിപ്പ് അവകാശം ആന്റോ അഗസ്റ്റിനും സംഘത്തിനും ഉണ്ടാകും. GCDAക്കും ഒപ്പം ആന്റോ അഗസ്റ്റിനും സംഘത്തിനും ഉണ്ടാകുമെന്നത് കരാറിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ്. ആലോചിക്കണം, എങ്ങനെയാണ് ഒരു പൊതു സ്വത്ത് ഈ രീതിയിൽ സ്വകാര്യ വ്യക്തികളുടെ പേരിലേക്ക് ആക്കി കൊടുത്തിട്ട് അവർക്ക് അവർക്ക് അതിൽ നടത്തിപ്പവകാശം ഉണ്ടാവും എന്ന് പറയുന്നത് എന്ത് തോന്നിവാസമാണ്? അല്ലെങ്കിൽ അതിന് പ്രൊസീജിയർ ഇല്ലേ? കൃത്യമായ പ്രൊസീജിയറിലൂടെ പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെയല്ലല്ലോ ഇത് ചെയ്തത്. ഇപ്പൊ നമ്മുടെ ഒരു പഞ്ചായത്ത് ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തി ഞാൻ പോയിട്ട് പറയുകയാണ്, ഞാൻ ഇത്ര പൈസ മുടക്കിയിട്ട് ഇത് ഇത് നവീകരിക്കാം എന്ന് പറയുന്നു. അതിനുശേഷം ഞാൻ പറയട്ടെ, ഇത് നടത്തിപ്പ് അവകാശം എനിക്ക് കൂടെ ഉണ്ട്. കാരണം നമ്മൾ ഇത് നാളെ നടക്കുമ്പോൾ നമ്മൾ ഇവർ പറയുന്ന പൈസ കൊടുക്കേണ്ടി വരും അവിടെ. അതായത് ഈ GCDA തീരുമാനിക്കുന്ന പൈസയോ GCDAക്ക് നമ്മൾ സർക്കാരിൻ്റെതാണ്, നമുക്ക് അവിടെ പല ആനുകൂല്യങ്ങളും കിട്ടും. പക്ഷെ നാളെ ഈ പറയുന്ന മുതലാളി പറയുന്നത് പോലെ അവിടെ പണം വർദ്ധിപ്പിക്കേണ്ടി വരില്ലേ എന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല ആ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട അവിടെ കച്ചവടങ്ങൾ, അവിടെ നിൽക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ വരുമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടികൾ, ഇതിലൊക്കെ എന്താണ് ഈ കരാറിൽ ഇതുമായി ബന്ധപ്പെട്ട് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ദുരൂഹതകളാണ്, തീർത്തും ദുരൂഹതകളാണ് ഈ കാര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്, ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇങ്ങനെ ഒരു മുട്ടിൽ മരമുറി പോലുള്ള ഒരു വലിയ കള്ളത്തിന് കൂട്ടുന്ന, വലിയൊരു തട്ടിപ്പിനെ കൂട്ടുന്ന മുതലാളിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം സർക്കാർ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്, ഇയാൾക്ക് എങ്ങനെയാണ് ഇത് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വളരെ വളരെ കൃത്യമായ ചോദ്യമാണത്. അതായത് മാംഗോ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വലിയ തട്ടിപ്പ് നടന്ന ആരോപണങ്ങൾ നേരിട്ട ആൾക്കാരാണ്. ഇപ്പം മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. നമുക്കറിയാമല്ലോ, DYSP ബെന്നിയുമായി ബന്ധപ്പെട്ട ഒരു പീഡന കേസൊക്കെ റിപ്പോർട്ടർ കുത്തിപ്പൊത്തിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം ആന്റോ അഗസ്റ്റിൻ നടക്കുന്ന പിക്ചർ പുറത്തു വരുന്നു. അതുപോലെ തന്നെ മന്ത്രിയുമായി ആന്റോ അഗസ്റ്റിൻ നടക്കുന്ന ചിരിക്കുന്നതും കളിക്കുന്നതുമായിട്ടുള്ള ഫോട്ടോകൾ പുറത്തു വരുന്നു. ഇപ്പോ എങ്ങനെയാണ് സർക്കാരുമായി ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥൻ ഇയാൾക്കെതിരെ ഒരു റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കുക എന്നത് വലിയ ചോദ്യമല്ലേ? അങ്ങനെ സമർപ്പിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഉദ്ദേശം. ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തേച്ചുമാച്ച് കഴിയാനും ഒപ്പം ഈ ഒരു സ്റ്റേഡിയത്തെ സ്വന്തം പേരിലാക്കാനുമായിരുന്നോ ഈ ഒരു കളി എന്നുള്ളതാണ് ഇപ്പോ എല്ലാവരുടെയും സംശയമായി നിലനിൽക്കുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ റവന്യൂ വകുപ്പിന്റെ ഒരു തീരുമാനം കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് 32ഓളം ആളുകൾ നൽകിയിട്ടുള്ള അപേക്ഷ, അവരുടെ ഭൂമിയിൽ നിന്നാണ് ഈ മരം മുറിച്ചു കടത്തിയത് എന്ന പേരിൽ അവർ നൽകിയിട്ടുണ്ട്. അതായത് ഈ സ്ഥലം അവർക്ക് പാട്ടമായി കൊടുത്തതിന്റെ അപേക്ഷകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ അപേക്ഷ റവന്യൂ വകുപ്പ് തള്ളിയിരിക്കുന്നു. ആർക്ക് വേണ്ടിയാണ് തള്ളിയത്? എന്തിനു വേണ്ടിയാണ് തള്ളിയത്? ആരെ സഹായിക്കാൻ വേണ്ടിയാണ് തള്ളിയത്? ഈ മുട്ടിൽ മരമുറി ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ തള്ളിയത്? ഈ ചോദ്യങ്ങളാണ് ഇപ്പൊ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്നത്. എന്തായാലും ഇതിൽ വലിയ ദുരൂഹതയുണ്ട്. ഈ സ്റ്റേഡിയം സ്വന്തം പേരിലേക്ക് ആക്കാനുള്ള ഒരു കപട നാടകമായിരുന്നോ ഇവർ കളിച്ചത്? മെസ്സി വരും എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊപ്പഗണ്ട ഉണ്ടാക്കുകയായിരുന്നോ ചെയ്തത്? ഇനി അല്ലെങ്കിൽ മെസ്സിയെ ഒന്ന് കൊണ്ടുവന്ന് കളിപ്പിക്കുക, അതിന്റെ പിന്നിൽ വലിയ ആളുകളൊക്കെ ആ കാര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കും. അപ്പോൾ ഇതൊക്കെ അങ്ങ് തെഞ്ഞു മഞ്ഞ് പോയിക്കോളും. അതിനുശേഷവും ഈ സ്റ്റേഡിയം തങ്ങളുടെ പേരിൽ നിലനിർത്തുക, തങ്ങൾക്കും കൂടി നടത്തിപ്പവകാശം കിട്ടുക തുടങ്ങിയ എവിടെയും കേൾക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണോ ഇവർ പ്ലാൻ ചെയ്തത്? അതിന് സംസ്ഥാന സർക്കാരും സ്പോർട്സ് വകുപ്പും കൂട്ടുനിന്നു. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നിന്നോട് മറ്റേ മറുപടിയാണ് പറയേണ്ടത് എന്ന് പറയുന്ന രീതിയിലേക്ക് അതപ്പതിച്ച ഒരു മന്ത്രിയെയും നമ്മളിവിടെ കാണുകയാണ്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണം. ഇത് CBI പോലുള്ള ഒരു സംഘടന, അല്ലെങ്കിൽ CBI പോലുള്ള ഒരു അന്വേഷണ ഏജൻസി തന്നെ ഈ കാര്യം അന്വേഷിച്ചാൽ മാത്രമാണ് സത്യം വെളിച്ചത്ത് വരികയുള്ളൂ.